ഹായ് മക്കളെ, എല്ലാവർക്കും സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് സിവിലൈസേഷനെ കുറിച്ചാണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സിവിലൈസേഷൻസ് അല്ലെങ്കിൽ കൾച്ചേഴ്സ്, സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. 4 പ്രധാനപ്പെട്ട സംസ്കാരങ്ങളാണ് ബ്രോൺസ് ഏജിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ബ്രോൺസ് ഏജിലെ 4 സംസ്കാരങ്ങൾ ഏതെല്ലാം നദീതീരങ്ങളിലാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് ചോദിക്കാം. അതിനു പുറമെ ഓരോ സംസ്കാരത്തിന്റെയും പ്രത്യേകത ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സംസ്കാരങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് എഴുതാനും ചോദിക്കാം. എന്തായാലും ഇതിൽ നിന്ന് ഒരു 5 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തത്, വാട്ട് വർ ദ മേജർ സിവിലൈസേഷൻ ദാറ്റ് എമേർജ്ഡ് ഡ്യൂറിംഗ് ദി ബ്രോൺസ് ഏജ്? ബ്രോൺസ് ഏജിൽ രൂപപ്പെട്ട പ്രധാനപ്പെട്ട സിവിലൈസേഷനുകൾ ഏതെല്ലാമായിരുന്നു എന്ന്. ഒന്നാമത് നമുക്കറിയാം മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്. അത് രൂപപ്പെട്ടത് ഏത് നദിയുടെ തീരത്താണ്? യൂഫ്രട്ടിസ് ടൈഗ്രിസ് നദികളുടെ ഇടയിലാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം രൂപപ്പെട്ടത്, അല്ലെ? യൂഫ്രട്ടിസ് നദിയുടെയും ടൈഗ്രിസ് നദിയുടെയും. രണ്ടാമത്തത് ഈജിപ്ഷ്യൻ കൾച്ചറാണ്. ഈജിപ്ഷ്യൻ സംസ്കാരം രൂപപ്പെട്ടത് നൈൽ റിവറിന്റെ തീരത്താണ്. 3, ഹാരപ്പൻ കൾച്ചറാണ്. ഹാരപ്പൻ സംസ്കാരം രൂപപ്പെട്ടത് ഇൻഡസ് നദി അഥവാ സിന്ധു നദിയുടെ തീരത്താണ്. 4th, ചൈനീസ് കൾച്ചറാണ്. ചൈനീസ് സംസ്കാരം രൂപം കൊണ്ടത് ഹൊയാങ്ഹോ റിവറിന്റെ തീരത്താണ്. അപ്പൊ ഓരോ സംസ്കാരങ്ങളും ഏതെല്ലാം നദിയുടെ തീരത്താണ് എന്ന് വ്യക്തമായി പഠിച്ചു വെക്കണം. മെസപ്പൊട്ടോമിയ, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രിസ് റിവർ. ഈജിപ്ഷ്യൻ കൾച്ചർ, നൈൽ റിവർ. ഹാരപ്പൻ കൾച്ചർ, ഇൻഡസ് റിവർ. ചൈനീസ് കൾച്ചർ, ഹൊയാങ്ഹോ റിവർ. ഇനി ഓരോ സിവിലൈസേഷന്റെ പ്രത്യേകത എന്താണ്? ദ ഫസ്റ്റ് വൺ, മെസപ്പൊട്ടോമിയൻ കൾച്ചർ. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് ദ 4 ഡിഫറെന്റ് സിവിലൈസേഷൻ എന്ന. മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ത്? 4 വ്യത്യസ്ത സിവിലൈസേഷൻ ഉൾപ്പെട്ടതാണ് മെസപ്പൊട്ടോമിയൻ കൾച്ചർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് ചാൾഡിയൻ. സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് ചാൾഡിയൻ, ഇങ്ങനെ 4 വ്യത്യസ്ത സിവിലൈസേഷനുകൾ ഉൾപ്പെട്ടതാണ് മെസപ്പൊട്ടോമിയൻ കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണ്? ദ മേജർ സിറ്റീസ് ഓഫ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഉർ, ഉറൂക്ക്, ലാഗഷ്. ഇതാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഉർ, ഉറൂക്ക്, ലാഗഷ്. അതുപോലെ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയൻസിന്റെ റൈറ്റിംഗ് സിസ്റ്റത്തെ, എഴുത്ത് വിദ്യയെ നമ്മൾ വിളിച്ചിരുന്നത് എന്താണ്? ക്യൂണിഫോം എന്നാണ്. ക്യൂണിഫോം എന്നാണ് മെസപ്പൊട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യയെ നമ്മൾ വിളിച്ചിരുന്നത്. രണ്ടാമത്തത് ഈജിപ്ഷ്യൻ കൾച്ചറാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? അഗ്രികൾച്ചർ വാട്ട്സ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ പ്രധാന ജീവിതോപാധി എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു, അല്ലെ? എന്തൊക്കെയാ കൃഷി ചെയ്തിരുന്നത്? വീറ്റ്, ബാർലി, മില്ലറ്റ്, ഫ്രൂട്ട്സ്, അതുപോലെ ഫ്ലാക്സ്, കോട്ടൺ തുടങ്ങിയൊക്കെ ധാരാളം അവർ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു. ഗ്രീw abundantly in the Nile River basin. എവിടെയാണ് ഇത് കൃഷി ചെയ്തിരുന്നത്? നൈൽ നദിയുടെ തീരത്തായിരുന്നു, തടങ്ങളിലായിരുന്നു ഇത് കൃഷി ചെയ്തിരുന്നത്. ദിസ് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി ഫെസിലിറ്റേറ്റഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ സിവിലൈസേഷൻ ഇൻ ദി വാലി. നൈൽ തീരത്ത് ഈ സംസ്കാരം ഇങ്ങനെ വളരാനുള്ള കാരണം എന്താണ്? ഈ കാർഷിക അഭിവൃദ്ധി തന്നെയായിരുന്നു. സോ ഈജിപ്റ്റ് ഈസ് കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. അതുകൊണ്ട് ഈജിപ്തിനെ എന്ത് വിളിക്കുന്നു? ഗിഫ്റ്റ് ഓഫ് ദ നൈൽ. നൈലിന്റെ സമ്മാനം അല്ലെങ്കിൽ നൈലിന്റെ ദാനം എന്ന് വിളിക്കുന്ന സംസ്കാരം ഏതാണ്? ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. അതുപോലെ ഹൈറോഗ്ലിഫിക്സ് വാസ് ദ സ്ക്രിപ്റ്റ് ഓഫ് ആൻഷ്യൻ ഈജിപ്ഷ്യൻ. ഈജിപ്ഷ്യൻസിന്റെ എഴുത്ത് വിദ്യയുടെ പേരെന്തായിരുന്നു? ഹൈറോഗ്ലിഫിക് എന്നാണ് പറയാ. ഹൈറോഗ്ലിഫിക്. ഇതിന്റെ പ്രത്യേകത എന്താ? ദ വേർഡ് ഹൈറോഗ്ലിഫിക്സ് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സേക്രഡ് റൈറ്റിംഗ്, അല്ലെ? പുണ്യമായ, പവിത്രമായ എഴുത്ത് വിദ്യ എന്നാണ്. ആൻഡ് ദിസ് സ്ക്രിപ്റ്റ് വാസ് കോമ്പിനേഷൻ ഓഫ് സൈൻസ് ആൻഡ് ലെറ്റേഴ്സ്. ഈ സ്ക്രിപ്റ്റിൽ, ഈ എഴുത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? സൈൻ, ചിഹ്നങ്ങളും അക്ഷരങ്ങളും ഇതിൽ ഉപയോഗിച്ചിരുന്നു. ഇറ്റ് ഈസ് റീഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, അല്ലെ? വലതു നിന്ന് ഇടത്തോട്ടാണ് ഇത് വായിക്കാറ്. വലത്തു നിന്ന് ഇടത്തോട്ടാണ് ഹൈറോഗ്ലിഫിക്സ് വായിക്കുന്നത്. കൂടാതെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ വേർ ദർ കോൺട്രിബ്യൂഷൻ. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ സംഭാവനയാണ്
അഡീഷനും സബ്സ്ട്രാക്ഷനും അതുപോലെ ജിയോമെട്രി അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതുപോലെ സോളാർ കലണ്ടർ അവരുടെ കോൺട്രിബ്യൂഷൻ ആണ്. മെഡിസിൻ അവരുടെ മെഡിസിനിൽ സയൻസിലൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊക്കെ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തേർഡ് കൾച്ചർ എന്ന് പറയുന്നത് ഹാരപ്പൻ കൾച്ചറാണ്. ഹാരപ്പൻ സംസ്കാരം, നമ്മുടെ ഇന്ത്യ വരുന്നത് ഹാരപ്പൻ സംസ്കാരത്തിലാണ് അല്ലെ. ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ദ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻഡസ് വാലി ഡ്യൂറിങ് ദി ബ്രോൺസ് ഏജ്. ഇപ്പൊ ബ്രോൺസ് ഏജില് സിന്ധു നദിയുടെ തീരത്ത് നിലനിന്നിരുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ടു ഹാവ് എക്സിസ്റ്റഡ് ഫ്രം അബൌട്ട് 2600 BC to 1900 BC. BC 2600നും 1900നും ഇടയിലായിരുന്നു ഇത് നിലനിന്നിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സിറ്റി ടു ബി ഡിസ്കവേർഡ്. ഈ സംസ്കാരത്തിന്റെ ആദ്യമായി കണ്ടെത്തിയ നഗരം ഹാരപ്പ ആയതുകൊണ്ടാണ്, ദാറ്റ് ഈസ് വൈ സിവിലൈസേഷൻ ഈസ് കാൾഡ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഈ സംസ്കാരത്തെ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത് അല്ലെ. സിൻസ് ഇറ്റ് എമേർജ്ഡ് ഇൻഡസ് വാലി ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദിയുടെ തീരത്താണ് ഈ സംസ്കാരം രൂപപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് ഇതിനെ സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നും, ഹാരപ്പയിലാണ് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്, അതായത് സിന്ധു നദിയുടെ അവശിഷ്ടങ്ങൾ ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ ഹാരപ്പൻ സംസ്കാരം എന്നും വിളിക്കാറുണ്ട്. രണ്ട് പേരുകളുണ്ട് ഇതിന്. ഹാരപ്പൻ സംസ്കാരത്തില് പ്രധാനമായും ടൗൺ പ്ലാനിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. ടൗൺ പ്ലാനിങ് എവിടെയാ? മോഹൻജദാരോ അല്ലെ, അതുപോലെ ലോത്തൽ. ഏതൊക്കെയാണ് ഹാരപ്പൻ നഗരങ്ങള്? ധോളവീര, കാലിബംഗൻ, അതുപോലെ ലോത്തൽ, ഹാരപ്പ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള, മോഹൻജദാരോ ഒക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ഹാരപ്പൻ നഗരങ്ങൾ. അപ്പൊ ടൗൺ പ്ലാനിങ്ങും കൂടി നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ടൗൺ പ്ലാൻഡ് ആയിട്ടുള്ള എന്തായിരുന്നു നഗരമായിരുന്നു ഇത്? ഹാരപ്പ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിവിലൈസേഷനിൽ ചൈനീസ് ആണ് പഠിക്കാനുള്ളത്. ഏറ്റവും ലാസ്റ്റ് സിവിലൈസേഷൻ ആണ് ഫോർത്ത്, ചൈനീസ് സിവിലൈസേഷൻ. ചൈനീസ് സിവിലൈസേഷൻ രൂപം കൊണ്ടതോ ഹയാങ്ഹോ നദിയുടെ തീരത്താണ് എന്ന് പഠിച്ചതാണ് നമ്മൾ. അഗ്രികൾച്ചർ വാസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ സിവിലൈസേഷൻ. ഈ ഒരു സംസ്കാരത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. ദേ വർ ഓൾസോ എക്സ്പേർട്സ് ഇൻ വീവിങ്. പുറമെ ഈ ചൈനീസ് സിവിലൈസേഷനിലെ ആളുകൾ വീവിങ്, നെയ്ത്തില്, പോട്ടറി മേക്കിങ്ങില്, സിൽക്ക് പ്രൊഡക്ഷനിലൊക്കെ വളരെ കഴിവുള്ളവരായിരുന്നു. ദേ മെയ്ഡ് എക്സലന്റ് ബ്രോൺസ് സ്കൾപ്ചർ. മികച്ച വെങ്കല ശില്പങ്ങൾ അവർ ഉണ്ടാക്കുമായിരുന്നു. ചൈനീസ് ആഡ് എ റൈറ്റിംഗ് സിസ്റ്റം സിൻസ് ആൻഡ് ആൻഷ്യൻ ടൈംസ്. വളരെ പ്രാചീന കാലഘട്ടത്തിൽ തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ദാറ്റ് യൂസ്ഡ് ആസ് എ പിക്ചർ ഇൻസ്റ്റെഡ് ഓഫ് ലെറ്റേഴ്സ് എന്നാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്ര രൂപത്തിലുള്ള എഴുത്തുവിദ്യ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയാണ് 4 സിവിലൈസേഷനുകൾ എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ബ്രോൺസ് ഏജില്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.